ഇവിടെ ഇരിക്കൂ, ഞാനിപ്പോ കുട്ടിയെ വിളിച്ചോണ്ട് വരാം. എക്സ്ക്യൂസ് മീ, മിനിയെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പോ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയോ? നടത്തി. എന്തായിരുന്നു റിപ്പോർട്ട്? എന്നോട് പറയാം. മിനി ഒരു കന്യകയല്ല. എന്റെ മോള് ഈ പ്രായത്തിൽ പാടില്ലാത്ത സംഭവിച്ചു പോയി. കൊല ചെയ്യപ്പെട്ട ഗോപി ഈ കുട്ടിയുടെ കാമുകനായിരുന്നിരിക്കും. ഞാനത് ഊഹിച്ചു. പക്ഷേ മിനിയുടെ അമ്മ പറഞ്ഞത് അവർക്കങ്ങനെ ഒരു സംശയമേ ഇല്ലെന്നാണ്. വളരുന്ന ഈ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിൽ രവി പരാജയപ്പെട്ടിരിക്കുകയാണ്. അവളുടെ അമ്മൂമ്മയെങ്കിലും അവിടെ നോക്കണമായിരുന്നു. അവർക്കതിന് കഴിവുണ്ടായിരുന്നെങ്കിൽ രവി ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ. നിങ്ങൾ സംസാരിക്കും. കരയാതെ മോളെ, കരയാതെ. ഇപ്പോഴെങ്കിലും എന്റെ അച്ഛൻ വന്നല്ലോ. അച്ഛൻ കൂടെ കൂടെ വരാറുണ്ടായിരുന്നു മോളെ. അന്ന് മോള് തീരെ കുഞ്ഞായിരുന്നു. ഞാനതൊന്നും മറന്നിട്ടില്ല അച്ഛാ. അച്ഛൻ തന്ന കളിപ്പാട്ടങ്ങൾ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛൻ വരാതായപ്പോൾ എനിക്ക് പിന്നെ ജീവിക്കണമെന്നേ തോന്നിയില്ല. നിന്നെ വന്ന് കാണരുതെന്ന് നിന്റെ അമ്മ വിലക്കിയതാ മോളെ, അല്ലാതെ അച്ഛൻ നിന്നെ മറന്നതല്ല. അമ്മയും അച്ഛനും പിണങ്ങി. അമ്മയ്ക്ക് അച്ഛനെ വേണ്ടാതായി, അച്ഛന് അമ്മയും വേണ്ടാതായി. എനിക്കാണ് ആരുമില്ലാതായത്. മോളെ, അമ്മയ്ക്ക് വേണമെന്നുള്ള കൂട്ടുകാരെല്ലാം കിട്ടിയിരുന്നു. അച്ഛന് മറ്റൊരു ഭാര്യയെ കിട്ടി. എനിക്ക് അച്ഛനെയോ അമ്മയോ വരെ കിട്ടില്ലായിരുന്നു. എനിക്ക് പിന്നെ എല്ലാവരോടും ദേഷ്യമായിരുന്നു, ഗോപിയെ കാണുന്നത് വരെ. നീ ഗോപിയെ സ്നേഹിച്ചിരുന്നു? ഗോപിക്ക് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. ഗോപിയുടെ സംസാരം കേട്ടിരിക്കാൻ എന്ത് രസമാണെന്നോ. ഗോപി നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു? എല്ലാം തീരുമാനിച്ചിരുന്നതാണ്. നിനക്ക് ഗോപിയോട് അത്രയ്ക്കും സ്നേഹമായിരുന്നു? ആരും ഗോപിയെ സ്നേഹിച്ചു പോകുവച്ചാ. നിനക്ക് സ്നേഹമായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. അതെ. അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഗോപിയെ കൊല്ലാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? പറ്റിപ്പോയി, എല്ലാം പറ്റിപ്പോയി. ഞാനെല്ലാം പറയാം. അന്നൊരു ദിവസം റോട്ടറി ക്ലബിന്റെ വാർഷികമായിരുന്നു. അമ്മയായിരുന്നു ചീഫ് ഗസ്റ്റ്. അവിടെ വെച്ചാണ് ഗോപിയെ ഞാൻ ആദ്യം കണ്ടത്. ഹലോ മിസ്റ്റർ മോഹൻ. ഹലോ, മീറ്റ് മിസ്റ്റർ ഗോപി. ഇതാണ് ഡാൻസർ രതി ദേവി. ഇതെന്റെ മകളാണ്. ഹലോ. നല്ല ശബ്ദം, കുറെ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായി വരാം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഹോളി ഏഞ്ചൽസ്. ഗോപിക്ക് വിരോധമില്ലെങ്കിൽ എന്റെ ഡാൻസ് പ്രോഗ്രാമിന് പാടാം. എനിക്ക് പെർഫോമൻസ് ഇല്ലാത്തപ്പോ വേറെ പ്രോഗ്രാമിന് പോവാമല്ലോ. ഓക്കെ. ബാക്കി വിവരം ഞാൻ മിസ്റ്റർ മോഹനെ അറിയിക്കാം. വരട്ടെ. ബൈ. എന്തിനാ മുടി കറുപ്പിക്കുന്നത്? കറക്കാൻ. ശരിയാണ്, കറക്കാൻ. നീ എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞത്? എല്ലാ അർത്ഥത്തിലും. കോൺവെന്റിൽ പോകാൻ സമയമായില്ലേ? ഗോപിയേട്ടൻ ഇന്നല്ലേ വരുന്നത്. അതിന് നിനക്കെന്താ? കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവനെ ഞാൻ സൽക്കരിച്ചോളാം. മോള് പൊയ്ക്കോ. ഗോപിയുടെ ഈ കണ്ണുകളാണ് എന്റെ എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിച്ചെറിയുന്നത്.
എന്നോട് ദേഷ്യമായിരിക്കും. എന്തിന്? ഞാൻ തെറ്റുകാരനല്ല. ഐ എം ഹെൽപ്ലെസ്. ദയവേദി കുഞ്ഞിനെ നശിപ്പിക്കരുത്. നശിപ്പിക്കരുത്. വിടുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? മിനിയെ നോക്കാനും പഠിപ്പിക്കാനും ആണല്ലോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതെ. എന്നെ ഒഴിവാക്കണം. കാരണം? ആ കുഞ്ഞ് വഴിതെറ്റി പോകുമെന്ന് ഞാൻ സംശയിക്കുന്നു. എന്നിട്ട് എന്തുണ്ടായി? ക്ഷമിക്കണം, കൂടുതൽ ഞാൻ പറയുന്നില്ല. പ്രായമുള്ളവരുടെ വാക്കും പ്രവൃത്തികളും കണ്ടാണ് കുട്ടികൾ വളരുന്നത്. എന്നെ ഉപദേശിച്ച് നന്നാക്കി കളയാനാണ് ഭാവമെങ്കിൽ അത് വേണ്ട. ആയക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകാം. എന്താ ഇത്ര ദേഷ്യം? ആയ എന്നെ ഗുണദോഷിക്കാൻ വന്നു. ഞാൻ അവരെ പിരിച്ചുവിട്ടു. അതൊക്കെ ആരെങ്കിലും കേൾക്കും. എനിക്കറിയാം പേടിക്ക്. ഗോപി, ആയ പറയുന്നതിലും കാര്യമുണ്ട്. മിനി വളർന്നു വരുന്നു. അവളുടെ പ്രായത്തെക്കാൾ കൂടുതൽ അവൾ വളർന്നു എന്ന് തോന്നുന്നു. അവളുടെ പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ കൂടുതൽ അവൾക്ക് കാര്യങ്ങൾ അറിയാമെന്നും തോന്നുന്നു. നമ്മൾ നമ്മുടെ പെരുമാറ്റം വളരെ സൂക്ഷിക്കണം, പ്രത്യേകിച്ചും മിനി വീട്ടിലുള്ളപ്പോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒളിച്ചുകളിൽ മതിയാക്കി നമുക്ക് കാര്യങ്ങൾ നേരെ പോകുന്നാക്കിയാൽ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം ഒന്ന് നടത്തിയാലോ? നീ എന്നെ കളിയാക്കാണോ? കളിയല്ല ഞാൻ പറഞ്ഞു. ഞാൻ നിന്റെ ഭാര്യയാകാനോ? അതിനെന്താ ഇത്ര അത്ഭുതം? ആളുകൾ ചിരിക്കും. ആളുകൾ ഇപ്പൊ ചിരിക്കുന്നുള്ളതാണോ വിചാരം? അത് വേറെ. അതുപോലെ അല്ല നീ പറഞ്ഞ കല്യാണം. നീ പൊയ്ക്കോളൂ. നിന്റെ ഈ മണ്ടൻ തലയിൽ ഇത്തരം ഭ്രാന്തൊന്നും കൊണ്ട് നടക്കണ്ട. എന്താ മോളെ? ആയ എവിടെ? ആയ പോയി മോളെ. എങ്ങോട്ട്? ആയ ഇനി വരില്ല. എന്തിനാ പോയത്? കൊച്ചമ്മ പറഞ്ഞു വിട്ടതാ. എനിക്കറിയാം അമ്മ അത് ചെയ്യുമെന്ന്. മമ്മി, 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 ആയ എവിടെ? നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആയ എവിടെ? ആയ പോയി. അല്ല, പറഞ്ഞു വിട്ടു. അതിന് നിനക്കെന്താ? അമ്മയുടെ തോന്നിയവാസത്തിന് കൂട്ടുനിന്നില്ലായിരിക്കും. നാവ് കുറെ കൂടുന്നു. ഞാൻ സഹിച്ചു. ഞാൻ ആരെയെല്ലാം സ്നേഹിച്ചുവോ അവരെല്ലാം മമ്മി എന്നിൽ നിന്നും അകറ്റി. അച്ഛനെ പുറത്താക്കി. അച്ഛൻ എന്നെ വന്ന് കാണാൻ പോലും അമ്മ അച്ഛനെ അനുവദിച്ചില്ല. എടീ, ഇതാ ഇപ്പൊ പാവപ്പെട്ടായി. എനിക്കൊരാളെ സ്നേഹിക്കാൻ പാടില്ലേ? അമ്മയുടെ മുലപ്പാലിന്റെ സ്വാദ് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താടി പറഞ്ഞത്? ഇല്ല, ഇതിന് ഞാൻ പകരം വീട്ടും. ഓടി നടന്ന് നിന്റെ ഒരു പകരം വീട്ടല്. എന്താടി നോക്കി നിൽക്കുന്നത്? പോകാനല്ലേ പറഞ്ഞത്?